ഇവൻ്റെ മേലെ കൂടെ പുതപ്പിട്ട് മൂടിയിട്ട് അവൻ്റെ തല അടിച്ച് തകർത്തു. പറഞ്ഞാൽ ഒരു അടിയൊന്നുമല്ല, അടിച്ചടിച്ചടിച്ചടിച്ച് തകർത്തു. ഒരു ഭാഗം തലയോട്ടിയില്ലായിരുന്നു, തലച്ചോറ് പോലും കുറേ ഭാഗം മിസ്സിങ് ആയിരുന്നു. എനിക്കൊരു തരിപ്പ് വന്നു. കാരണം ഒരു 15 വയസ്സുകാരൻ ഇങ്ങനെ ഒരുത്തനെ ഇങ്ങനെ തല അടിച്ചടിച്ച് പൊട്ടിക്കുന്ന ഒരു സീന് ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയില്ല, ഒരു തണുപ്പ് കയറും, ഒരു പേടിയുടെ. മാത്രമല്ല ഇവനിനി ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ പോവും. അതിനുശേഷം ഇവൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനേക്കാളും പേടിപ്പിക്കുന്ന ഒരു ഇൻവോൾവ്മെൻറ്റ് ഡ്രഗിൻ്റെതാണ്. ഇവരെ കൊന്നു. പക്ഷെ കൊന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ വാക്കാണ്. ഇവനെങ്ങനെ കൊന്നു എന്നുള്ളതാണ് ഈ ചെടികളൊക്കെ വെട്ടുന്ന വലിയ ബ്ലേഡുള്ള കത്രിക അത് കൊണ്ടുവന്നിട്ട് ഇവൻ തല ശരീരത്തിൽ നിന്നും വെട്ടി മാറ്റി. മൃഗീയം എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കില്ല. പൈശാചികമായ രീതിയിൽ ഇങ്ങനെ ഒരു ക്രൈം വയസ്സായ ആൾക്കാരുടെ മരണമാണ് ഏറ്റവും ഒരു വിഷമിപ്പിക്കുന്ന കാര്യം. വാർദ്ധക്യത്തിലുള്ള എനിക്ക് ഓർമ്മയുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജൂനിയർ ചെയ്തൊരു കേസാണ്. ഒരു വയസ്സായൊരു അപ്പൂപ്പൻ, വടിയൊക്കെ കുത്തി കഷ്ടി നടക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ തൂങ്ങി മരിച്ചു. അപ്പോൾ നമുക്കൊരു സംശയം, ഞാൻ പറഞ്ഞല്ലോ എന്തൊരു കേസ് വന്നാലും നമുക്കിത് കൊലപാതകമാണോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സംശയം. അപ്പോൾ ഇയാൾ എങ്ങനെ തൂങ്ങി മരിച്ചു, അയാൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ, തൂങ്ങി മരിക്കാൻ കഴിഞ്ഞോ എന്നുള്ള സംശയത്തിൽ പോലീസിനോടൊക്കെ ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു, ഇല്ല മാഡം, അവർ പുറത്തേക്ക്, അതായത് മക്കൾ അവിടെ കൂടെ ഇല്ലെങ്കിൽ അവർ എല്ലാ ശ്രദ്ധയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പുറത്ത് CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ആരും അകത്തേക്ക് വന്നിട്ടില്ല, നമ്മൾ കണ്ടു. അവർ ആ CCTV വിഷ്വൽ അയച്ചു തന്നപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഈ വയസ്സായ മനുഷ്യൻ വടിയൊക്കെ കുത്തി ഇങ്ങനെ പതുക്കെ കയ്യിലൊരു കയറും കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. വീടിൻ്റെ പുറകിൽ നിന്ന് നടന്ന് ഫ്രണ്ടിൽ വന്ന് അവിടെ വടി ചാരി വെച്ചിട്ട് ഇങ്ങനെ ചുമരൊക്കെ പിടിച്ച് കയറുമായിട്ട് അയാൾ ഉള്ളിലേക്ക് കയറിപ്പോ. അത് ഒരാൾ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറും കൊണ്ട് പോകുന്ന, നമ്മളെപ്പോഴും ഡെഡ് ബോഡികൾ കാണുന്നു, മരിച്ചവരെ കാണുന്നു, പക്ഷെ ഒരാൾ മരിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുന്നു. അതൊരു അവശമായൊരു നിലയിലുള്ള വയസ്സായ ഒരാൾ, വടി കുത്തി നടക്കാൻ പോലും വയ്യാത്ത ഒരാൾ കയറും കൊണ്ട് ഇങ്ങനെ മരിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു രംഗം ഭയങ്കര നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കിയ ഒരു രംഗമാണ്. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, മനുഷ്യന്മാർ മരിക്കാൻ വേണ്ടി എന്തുമാത്രം പെടാപ്പാട് പെടുന്നു. ഞാൻ ചെയ്തൊരു കേസ്, ആൾക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ട്. ആദ്യം തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് തുറന്നു വിട്ട് തീ കത്തിച്ചു. പക്ഷെ അത് നല്ലപോലെ കത്തിയില്ല, ആൾക്ക് മരിക്കാനുള്ള തീ കത്തിയില്ല. പക്ഷെ മുഖവും കൈയും ഒക്കെ പൊള്ളി. ഈ പൊള്ളിയ മരണവെപ്രാളത്തിലും വീണ്ടും മരിക്കാൻ വേണ്ടി പോയി കയറൊക്കെ എടുത്ത് അവിടുന്ന് തൂങ്ങി. അപ്പൊ ഈ ഇവന്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. രണ്ടും ഉണ്ട്, ഹാങ്ങിങ് ഉണ്ട്, ബേൺസ് ഉണ്ട്. എന്ത് ശരിക്കും സംഭവിച്ചു? അപ്പൊ ഇയാൾ കൊണ്ടുപോയ ഹാൻഡിൽ ചെയ്ത കയറിലും പോയ വഴിയിലൊക്കെ ഈ കരിഞ്ഞ ഭാഗങ്ങളും രക്തത്തുള്ളികളും ഒക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അമ്മമാർ മരിക്കുന്നത്, അത് ആൾക്കാർ എപ്പോഴും സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവർക്ക് മരിച്ചാൽ പോലെ കുട്ടികളെ എന്തിനാ കൊല്ലുന്നത്. അത് അമ്മമാരുടെ ഒരു സൈക്കോളജിയാണ്. കാരണം അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതോടുകൂടി അവർക്ക് ചിലപ്പോൾ മരിക്കാനുള്ള ഒരു അവകാശം കൂടി നഷ്ടപ്പെടുക. അവർക്ക് മരിക്കാനും കൂടി ഒരു സമാധാനമില്ല. കാരണം ഈ കുഞ്ഞിനെ ആര് നോക്കും? ഇതിനെ ആരും മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതിന് ആരെങ്കിലും തലയിലേൽപ്പിച്ച് അവർക്കതൊരു ബാധ്യതയായാലോ. അതുകൊണ്ട് അവർ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് മരിക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 വയസ്സായ കുഞ്ഞിനെ ഈ ചെവിയിൽ വെക്കുന്നത്, ഇയർഫോണിൻ്റെ നീളത്തിൽ വള്ളിയുള്ള പഴയ ടൈപ്പ് ഇയർഫോൺ, അതിൻ്റെ വള്ളി കൊണ്ട് കുറേ പ്രാവശ്യം കഴുത്ത് മുറുക്കി കുരുക്കി കൊന്നിട്ട് അമ്മ അപ്പുറത്ത് തൂങ്ങി മരിച്ചു. അപ്പോൾ അവരുടെ മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും? സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈ കൊണ്ട് കൊല്ലുമ്പോൾ. അതേപോലെ ഒരു അച്ഛൻ 2 പെൺകുട്ടികളെ കൊന്നിട്ട് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് കുട്ടികൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ബിരിയാണി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത്, അതിൽ ജ്യൂസിൽ എന്തോ വിഷം കലക്കിയിട്ട് ഒരു മോൾക്ക് കൊടുത്തു. അവളത് കുടിച്ചു. മറ്റേ കുഞ്ഞ് തൂങ്ങി മരിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ ഇയാൾ സഹായത്തോടു കൂടി, അവളെ സമ്മതത്തോടു കൂടി തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ കെട്ടിത്തൂക്കാനും ബുദ്ധിമുട്ടായി. കാരണം കുട്ടി നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബിൽഡുള്ള കുട്ടിയായിരുന്നു. എന്നിട്ട് അതിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ അമ്മ ഒരു വർഷം മുന്നേ കോവിഡ് എന്തോ മരിച്ചു പോയതിനു ശേഷം ഇവരെല്ലാവരും ഭയങ്കര ഡൗൺ ആണ്. അതിലെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, CCTV വിഷ്വൽസ് പ്രകാരം ഈ കുട്ടികളുടെ മരണസമയം നമ്മൾ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ നിന്ന് നമ്മളൊരു ടൈം സിൻസ് ഡെത്ത്, മരിച്ചിട്ട് ഏകദേശം ഇത്ര സമയമായി എന്നുള്ളത് കണ്ടെത്തി. ഈ മരണസമയം വെച്ച് നോക്കുമ്പോൾ ഈ 2 കുട്ടികളെയും കൊന്നതിന് ശേഷം ഇയാൾ പുറത്തുപോയി.
ഇയാൾ പുറത്ത് പോയിട്ട് വീണ്ടും അകത്ത് വരുന്നത് CCTV കാണാം. അപ്പോൾ ഉടനെ ഒരു കുട്ടിയെ കൊന്ന് ഉടനെ ഒരാൾ മരിക്കുന്ന പോലെയല്ല, ആ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാൾ ഈ 2 കുട്ടികളെയും കൊന്നിട്ട് ഇയാളെ മനസ്സിലപ്പോൾ എന്തായിരിക്കും? ഇയാൾ പിന്നെയും പോയി, എനിക്ക് തോന്നുന്നു പറഞ്ഞ് വാങ്ങിക്കാനോ എന്തെങ്കിലും, അത് പോയി വരുന്ന വരെയുള്ള അയാളുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ പേടി തോന്നി, ഞാൻ പറഞ്ഞില്ലേ, വിഷമം തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് മരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ സമൂഹം ചെയ്യേണ്ടത്, മിനിമം ചെയ്യേണ്ട കാര്യം, ഒന്ന് ഇവരെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തുക. സ്റ്റോപ്പ് ജഡ്ജിങ്. വിധിക്കുന്നത് നിർത്തുക. ഇവനെന്തിൻ്റെ കേടായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര തവണ മരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുവിധം ഒഴിവാക്കുക. ആൾക്കാരെ അവർ ചെയ്തു പോയി, അല്ലെങ്കിൽ എന്തോ ഒരു മാനസികാവസ്ഥ കൊണ്ട് ചെയ്യുന്നു. സന്തോഷം കൂടിയിട്ട് ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ, എന്തോ വിഷമം കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട് ദേഷ്യം കൊണ്ട് ആത്മഹത്യ ചെയ്യും. ദേഷ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ദുരഭിമാന കൊല പോലെ ദുരഭിമാന ആത്മഹത്യ ഒരു കേസ് കണ്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ഇവരുടെ വീട്ടിലെ കുട്ടി കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇവള് ഒളിച്ചോടിപ്പോയി, അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. പക്ഷെ ഇവർ പോയി പിടിച്ചോണ്ട് വന്നിട്ട് ഇവളുടെ കല്യാണം, ഉറപ്പിച്ചു വെച്ച കല്യാണത്തിന് എന്തോ മുടങ്ങിയോ എന്തോ പ്രശ്നം വന്നു. ഈ അച്ഛൻ്റെ മേലെയും മണ്ണെണ്ണ ഒഴിച്ചു, അമ്മയുടെ മേലെയും മണ്ണെണ്ണ ഒഴിച്ചു, വയ്യാതെ കിടപ്പ് രോഗിയായിട്ടുള്ള അച്ഛമ്മയുടെ മേലെയും മണ്ണെണ്ണ ഒഴിച്ച് ഇവർ 3 ആളും തീ കൊളുത്തി. അതായത് ഇവളെ കാണിക്കാനാ, നീ കാരണം നിന്റെ മുന്നിൽ കിടന്ന് ഞങ്ങൾ മരിച്ചു എന്ന്. ഇവളെ എന്താ പറയുക, അങ്ങനെ മാനസികമായിട്ട് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി ഇനി ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ കുറ്റബോധം കൊണ്ട് ജീവിക്കണം. അങ്ങനെ ഒരു ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പലരും മരിക്കും. ഭർത്താവിനെ ശിക്ഷിക്കാൻ വേണ്ടി, ഭാര്യയെ ശിക്ഷിക്കാൻ വേണ്ടി, വീട്ടുകാരെ ശിക്ഷിക്കാൻ വേണ്ടി, അങ്ങനെ ബാക്കിയുള്ളവരോട് എൻ്റെ ശവം നിങ്ങളെ കാണിക്കും എന്നുള്ള വാശിക്ക് ആൾക്കാർ മരിക്കും. ദുഃഖം കൊണ്ട് മാത്രമല്ല. പിന്നെ അതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞത്, പിന്നെ പേടി തോന്നിയിട്ടുള്ള സന്ദർഭം നേരത്തെ പറഞ്ഞത്, അത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു കൊലപാതകമാണ്. ആത്മഹത്യ കണ്ടിട്ടല്ല, പേടി വന്നിട്ടുള്ളത്. കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സായ പയ്യൻ ചിൽഡ്രൻസ് ഹോമിൽ, 15 വയസ്സായ ഒരുത്തൻ, പിന്നെ ഒരു 18 വയസ്സായ ഒരു പയ്യനുണ്ട്. ഈ 18 വയസ്സുകാരന് അവിടുത്തെ ചിൽഡ്രൻസ് ഹോമിലത്തെ താമസം ഏകദേശം കഴിയാറായി. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വേറെ ഹോമിലേക്ക് മാറാൻ പോവുക. ഇവർ തമ്മിലൊരു കശപിശയുണ്ടായി, ഇവർ തമ്മിൽ അടിയുണ്ടായി. ഈ 18-കാരന് ഇത്തിരി ആരോഗ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റവനെ അടിച്ചു. പിന്നെ ആൾക്കാരെല്ലാം പിടിച്ചു മാറ്റി. ഇത് അവസാനിച്ചു അങ്ങനെ. പിറ്റേ ദിവസം രാവിലെ ഇവൻ പല്ല് തേക്കുമ്പോൾ ഇവന് ചുണ്ട് മുറിഞ്ഞെടുത്ത് നീറി. അപ്പോൾ അവന് ഉള്ളിലത്തെ കിടന്ന ഈ രോഷം വീണ്ടും ഉണർന്നു. 15-കാരൻ ഇവൻ വാർഡൻ്റെ റൂമിൽ പോയി അവിടെ നിന്ന് ഒരു ചുറ്റിക കിട്ടിയവനെ. ചുറ്റികയും കൊണ്ട് വന്നിട്ട് ഈ പയ്യനെ ഇപ്പോൾ എണീച്ചിട്ടില്ല, ഡോർമെറ്ററിയാണ്, ബാക്കി പിള്ളേരൊക്കെ ഇങ്ങനെ എണീറ്റ് പോയി. ഇവൻ ഉറങ്ങുകയാണ്. ഇവൻ്റെ മേലെ കൂടെ പുതപ്പിട്ട് മൂടിയിട്ട് അവൻ്റെ തല അടിച്ച് തകർത്തു. പറഞ്ഞാൽ ഒരു അടിയൊന്നുമല്ല, അടിച്ചടിച്ച് തകർത്തു. ഒരു ഭാഗം തലയോട്ടിയില്ലായിരുന്നു, തലച്ചോറ് പോലും കുറേ ഭാഗം മിസ്സിങ് ആയിരുന്നു. ഈ തലയോട്ടിയുടെ പീസുകൾ പോലും ഇല്ല വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമില്ല. ആ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ചെറിയൊരു ഭീതി ഫീൽ ചെയ്തു. കാരണം ആ രംഗം മനസ്സിൽ വിചാരിച്ചപ്പോൾ എനിക്കൊരു തരിപ്പ് വന്നു. കാരണം ഒരു 15 വയസ്സുകാരൻ ഇങ്ങനെ ഒരുത്തനെ ഇങ്ങനെ തല അടിച്ചടിച്ച് പൊട്ടിക്കുന്ന ഒരു സീന് മനസ്സിൽ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയില്ല, ഒരു തണുപ്പ് കയറും, ഒരു പേടിയുടെ. കാരണം എവിടേക്കാണിത് പോകുന്നതെന്നുള്ള പേടി. മാത്രമല്ല ഇവനിനി ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ പോവും. അതിനുശേഷം ഇവൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ശരിയായെങ്കിൽ നല്ല കാര്യം, പ്രത്യാശിക്കാം. പക്ഷെ അവൻ എന്ത് രൂപത്തിലായിരിക്കും സമൂഹത്തിലേക്ക് ഇനി ഇറങ്ങാന്നുള്ളൊരു പേടി. പല കേസുകളും അങ്ങനെ ഒരു പേടി നമുക്ക് വരും. പ്രത്യേകിച്ച് ഈ ഉത്സവകാലങ്ങളിൽ കംപ്ലീറ്റ് കൊലപാതകങ്ങളുടെ കാലമാണ് ഉത്സവകാലം. ഒരു പൂരം, ഒരു ഓണം, വിഷു, പള്ളിപ്പെരുന്നാൾ, ന്യൂ ഇയർ, ഈ സമയത്തൊക്കെ കൊലപാതകങ്ങൾ ഇഷ്ടംപോലെ മർഡർ കേസുകൾ വരുന്ന സമയമാണ്. അത് മോർച്ചറിയിലേക്ക് എത്തുന്നത്. അതല്ലാതെ കാഷ്വാലിറ്റിയിൽ അന്ന് ബഹളമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അടിപിടി കേസുകൾ ആ സമയത്ത് മാത്രം പക വീട്ടുന്ന ടീമുകളുണ്ട്. ഈ പൂരത്തിനൊരു അടി ഉണ്ടായാൽ അതിൻ്റെ ബാക്കി അടി അടുത്ത പൂരത്തിന്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് മോർച്ചറി. അപ്പോൾ എല്ലാ സ്പന്ദനങ്ങളും ഇവിടെ കിട്ടും. അതിൽ ന്യൂ ഇയറിലുണ്ടായ കേസ് എന്ന് പറഞ്ഞാൽ 2 പയ്യന്മാർ, അവർ +1 +2 സ്റ്റുഡൻസ് ആണ്. അവർ ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കുക എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേറെ 2 പേര്, ഇത്തിരി മുതിർന്ന ആൾക്കാർ, 30s-ലുള്ള 2 പേര്, അവരും സ്വന്തമായി പോലീസ് കേസൊക്കെ ഉള്ളവരാണ്. അവർ വന്ന് ഇവരെ ചൊറിഞ്ഞു, എന്താണ് അവിടെ ഇരിക്കണമെന്ന് എന്തോ പറഞ്ഞ് വരട്ടാൻ നോക്കി. അപ്പോൾ ഇവരെന്തോ പറഞ്ഞു, അവർ പോയി. പക്ഷെ അവരങ്ങോട്ട് നടന്നു നീങ്ങിയപ്പോഴാണ് ഇവൻ്റെ ഈഗോ ഹേർട്ടായി. ഇവൻ ആ പ്രായം, അവൻ ആരടാ നമ്മളോട് ചോദിക്കുക എന്നുള്ള വന്നു.
കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. കയ്യിൽ കത്തി കൊണ്ട് നടക്കുകയാണ് കുട്ടികൾ. ഈ കുട്ടി എന്ന് പറയുന്ന കുട്ടി ഈ കത്തി കൊണ്ട് ഓടിപ്പോയി അവനെ കുത്തി, അയാൾ മരിച്ചു. അങ്ങനെയുള്ള കേസുകളൊക്കെ ധാരാളം വരും. പിന്നെ ഞാൻ പറഞ്ഞു മദ്യത്തിൻ്റെ ഒരു ലഹരിയുമായി കൊലപാതകത്തിനും ക്രൈമുകൾക്കുള്ള ബന്ധം എന്ന് പറയുന്നത് അഭേദ്യ ബന്ധമാണ്. ലഹരി, മദ്യപാനം ഇതുമായിട്ട് എപ്പോഴും റിലേറ്റഡാണ്. ഒന്ന് ആൽക്കഹോളും വളരെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളും തമ്മിൽ നല്ലപോലെ ബന്ധമുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ മദ്യപിച്ചിട്ടാണ് ആക്സിഡൻറ്റ് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ കുടുംബത്തിന് കിട്ടേണ്ട ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ പോലും ഒരു പ്രശ്നം സംഭവിക്കാം. എന്ന് വെച്ചാൽ നമുക്കതിൽ ഒരു നീക്ക് പോക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബ്ലഡ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കും, അതിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് തെളിയും, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മണം ഉണ്ടെങ്കിൽ നമ്മളത് മണം ഉണ്ടെന്ന് എഴുതുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ബന്ധുക്കൾക്ക് പോലും ഉപകാരമില്ലാതെ ഒരു രീതിയിലായി പോകും മരണം. പിന്നെ കൊലപാതകങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ കൊലപാതകങ്ങളിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ലഹരിയുടെ സാന്നിധ്യം നമ്മൾ കാണാറുണ്ട്. അതിൽ പ്രത്യേകം ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മദ്യപാനത്തിൻ്റെ മാത്രമല്ല, ഈ കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തതാണ്. ട്രൈബൽ ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക പാറ്റേണിലുള്ള കേസുകൾ. അവരെല്ലാവരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നാട്ടിൽ ബാക്കി എല്ലാവരും അങ്ങനെ അല്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. അവരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലക്കപ്പാറ, ആതിരപ്പള്ളി ആ ഏരിയയിലൊക്കെയുള്ള അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. അത് ഇവർ ഒരു ചെറിയ സംഘമായിട്ട് കാട്ടിൽ പോയി കാട് കയറിയിട്ട് അവിടെ ഒരു ചെറിയ ടെൻറ്റ് സെറ്റ് പോലെ ചെറിയൊരു കുടിൽ പോലെ ആക്കിയിട്ട് അവരവിടെ താമസിച്ച് കുറച്ച് ദിവസങ്ങൾ ഉൾക്കാട്ടിൽ പോയി അവിടെ നിന്ന് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അവർ പിന്നെ കാടിറങ്ങി വരും. ഈ പോകുന്ന സമയത്ത്, അവിടെ താമസിക്കുന്ന സമയത്ത് പലപ്പോഴും ക്രൈം പോലെ നടക്കാറുണ്ട്. തമ്മിത്തല്ലും പകയും. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ ഈക്വാലിറ്റിയോട് കൂടി മദ്യം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിൽ തർക്കങ്ങൾ നടക്കാറുണ്ട്. അതിൽ ചിലപ്പോൾ കൊലപാതകം, ചിലപ്പോൾ സ്വാഭാവിക മരണമായിരിക്കും. അങ്ങനെ ഞാൻ ചെയ്തൊരു കേസ് സ്വാഭാവിക മരണമായിരുന്നു, വെറും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പക്ഷേ ഇതിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കാര്യം നടന്നാൽ അതിൽ നിന്ന് അത് നാട്ടിലേക്ക് അറിയാൻ സമയമെടുക്കും. കാരണം ഇവരാരെങ്കിലും കാടിറങ്ങി വന്നിട്ട് ഇവിടെ റേഞ്ച് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ നാട്ടുകാരെയോ അറിയിച്ചിട്ട് ഇവരിവിടുന്ന് ബോഡി കൊണ്ടുവരാനുള്ള സർവ്വസന്നാഹത്തോടെയും കാട് കയറി പോയിട്ട് അവിടുന്ന് ബോഡി തിരിച്ചു ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇത് മോർച്ചറിയിൽ എത്തുമ്പോഴേക്കും മിക്കവാറും ഒരു അഴുകിയ സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും ബോഡി കിട്ടുന്നത്. അങ്ങനെ ഒരു സ്ഥിരം പാറ്റേൺ ഓഫ് കേസുകൾ വരാറുണ്ട്. ഞാൻ പറഞ്ഞത് ലഹരിയുടെ കാര്യം. അപ്പോൾ മദ്യം ഒരുവിധം എല്ലാ കേസുകളിലും നല്ലപോലെ ഇൻവോൾവ് ആണ്. അതിനേക്കാളും പേടിപ്പിക്കുന്ന ഒരു ഇൻവോൾവ്മെൻറ്റ് ഡ്രഗിൻ്റെതാണ്. അതിന് പേടിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരു കേസ് ഞാൻ പറയാം. ഒരു പയ്യൻ അവൻ്റെ അച്ഛനും അമ്മയും ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ചു. അപ്പോൾ അവനെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് അവനെ വളർത്തി അവർ പഠിപ്പിച്ചു. അവൻ പഠിക്കുമ്പോഴൊക്കെ നല്ല മിടുക്കനായിട്ട് പഠിച്ചു, ബിടെക് പാസ്സായി. പക്ഷെ അവന് ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ കുറച്ച് കാലം കിട്ടാതെ ഇങ്ങനെ നിന്നു, വിഷമം വന്നു. ആ സമയത്ത് അവൻ കുറച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. മയക്കുമരുന്നിന് അഡിക്റ്റായി. പിന്നെ ഇവരോട് കാശ് ചോദിച്ചെന്നും കലഹമായി. അങ്ങനെ ഒരു ദിവസം ഇത് മൂത്ത സമയത്ത് ഇവരെ കൊന്നു. പക്ഷെ കൊന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ വാക്കാണ്. ഇവൻ എങ്ങനെ കൊന്നു എന്നുള്ളതാണ്, ഈ ചെടികളൊക്കെ വെട്ടുന്ന വലിയ ബ്ലേഡുള്ള കത്രിക അത് കൊണ്ടുവന്നിട്ട് ഇവൻ തല ശരീരത്തിൽ നിന്നും വെട്ടി മാറ്റി. അത് ഒറ്റ വെട്ടലിന് അത് മുറിയൊന്നുമില്ല, കാരണം ചെടി മുറിയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ കഴുത്ത് മുറിയില്ല. മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് തല അറുത്തെടുത്തിട്ട് ഈ അമ്മയുടെ, അതായത് ഗ്രാൻഡ് മദറിൻ്റെ തല കൊണ്ട് സ്റ്റെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അങ്ങനെയാണ് പറഞ്ഞത്. സ്റ്റെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ഹാളിൽ കിടക്കാണ്. അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിന് അവിടെ ബെഡിൽ കിടക്കുന്ന രീതിയിൽ ആളുടെ തല ഫുള്ളായിട്ട് സെപ്പറേറ്റ് ആയില്ല, കുറച്ചൊരു തൊലിയുടെ കണക്ഷൻ മാത്രമുണ്ട്. പക്ഷെ ഏകദേശം സെപ്പറേറ്റ് ആയ രീതിയിൽ കിടക്കാണ്. അപ്പോൾ ബഹളവും ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് അടക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ആൾക്കാരെ അറിയിച്ച് പോലീസ് വന്ന് നോക്കുമ്പോൾ ഇവനൊരു മൂന്നാമതൊരു മുറിയിൽ കിടന്നുറങ്ങുകയാണ്. അതാണ് ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് പറയുന്നത്. കാരണം കൊലപാതകങ്ങൾ നടക്കും, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും, വലിയ വെട്ട്, കുത്ത്, അടി ഇങ്ങനത്തെ ഒക്കെ നടക്കുമെങ്കിലും ഇങ്ങനെ മൃഗീയം എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കില്ല, പൈശാചികമായ രീതിയിൽ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നത് എപ്പോഴും ഡ്രഗിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോഴാണ്. നമ്മൾ പല കേസുകളും കാണുന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ഓടി നടന്ന ആൾക്കാരെ കൊന്നു പറഞ്ഞ് അതൊക്കെ ഡ്രഗിൻ്റെ ഇൻവോൾവ്മെൻറ്റിലാണ് അങ്ങനത്തെ കാണാറുള്ളത്. ആ കേസിൽ അതാണോ നമുക്കറിയില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു അവരുടെ മനസ്സിൽ അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് അവരിപ്പോൾ എന്തെങ്കിലും ഹാലൂസിനേറ്റ് ചെയ്യായിരിക്കും ചിലപ്പോൾ. ഈ ഡ്രഗിൻ്റെ ഇത് വരുന്ന സമയത്ത് ചില ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോൾ
പെർസെപ്ഷൻസ് മാറും, നമ്മുടെ ഇന്ദ്രിയാനുഭൂതികൾ മാറും. എന്ന് വെച്ചാൽ നമുക്ക് കളറുകളെ തൊടാൻ പറ്റും, അതേപോലെ മണങ്ങൾ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ സെൻസുകൾ തന്നെ കലർന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെ ഹാലൂസിനേഷൻസ് ആണോ വരുന്നത്, ഇത് മനുഷ്യരായിട്ടാണോ ചുറ്റുള്ളവരെ കാണുന്നത്, അവരെ മനസ്സിലവരെന്താ ചിന്തിച്ച് കൂട്ടുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഇത്ര ഭീകരമായ ക്രൈമുകൾ നടക്കുന്നത്. ഇതേപോലെ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നിട്ടുള്ള ഒരു മകൻ്റെ കേസുണ്ട്. ഇതേപോലെ തന്നെ വെട്ടി ഒരു സെപ്പറേറ്റ് ചെയ്തില്ല എന്നുള്ളൂ, ഭയങ്കര മാരകമായി മുറിവേൽപ്പിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നിട്ടുള്ള കേസുകളുണ്ട്. അതൊക്കെ പക്ഷെ ഇങ്ങനെ ഡ്രഗ് ഇൻവോൾവ്മെന്റ് വരുന്നു. അതേപോലെ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റ്, പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിനോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ നിമിഷത്തിന്റെ ഇതിൽ ചെയ്യുന്ന കേസുകൾ. പിന്നെ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം, അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അത് ഉള്ളത് തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു വർഷം 2020-21 ഒരു വർഷത്തിൽ ഒക്ടോബർ 1 തൊട്ട് 8 വരെയുള്ള ആ കുറച്ച് ദിവസങ്ങളിൽ 10-12 മർഡർ കേസുകളാണ് വന്നത്. ഒരു സീസൺ പോലെയായിരുന്നു, മർഡർ സീസൺ. എന്താണെന്ന് ചോദിച്ചാൽ 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. അപ്പം ഇതിലത്തെ ഒരാളെ ഇന്ന് വെട്ടെന്ന് പറഞ്ഞാൽ ഒരു വെട്ടൊന്നുമല്ല, നമ്മൾ ഈ ഇഞ്ചുറീസ് എല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. എന്തൊരു ഒരവ്, ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ടൈപ്പ് ഇഞ്ചുറി, ഒരവ്, അബ്രേഷൻ, ചതവ്, കൺഡ്യൂഷൻ, പിന്നെ തുറന്നിട്ടുള്ള മുറിവ്, അത് ചതഞ്ഞിട്ട് പൊട്ടുന്നതാണെങ്കിൽ അതിന് ലാസറേറ്റഡ് വൂണ്ടെന്ന് വിളിക്കും. ഒരു ഷാർപ്പായ സാധനം കൊണ്ടുള്ള മുറിവാണെങ്കിൽ കുത്ത്, വെട്ടതിനെയൊക്കെ ഇൻസൈസ്ഡ് വൂണ്ടെന്ന് വിളിക്കും. അപ്പൊ ഈ ഇഞ്ചുറികളെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. ഒരു 10-15 ഇഞ്ചുറി ഒന്നും അല്ല, കേസ് ചെയ്യുന്ന ആളും എഴുതുന്ന ആളും ഒക്കെ ക്ഷീണിക്കുന്ന പോലെ 90 ഇഞ്ചുറി, 100 ഇഞ്ചുറി, 100-ൽ മേലെ ഇഞ്ചുറി, 120 ഇഞ്ചുറി ഒക്കെയാണ്. അത് എല്ലാം വടിവാൾ കൊണ്ട് ഒരു സംഘം ആളുകൾ നിന്ന് മരിച്ചു കഴിഞ്ഞാലും പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക തീരുന്നത് വരെ. അങ്ങനെ ഒരു കേസ് വന്നാൽ ഇന്നത്തെ കേസിലെ പ്രതിയായിരിക്കും നാളെ ഡെഡ് ബോഡി ആയിട്ട് വരുന്നത്. പിന്നെ അതിലേക്കൊന്ന കേസിലെ പ്രതി പിറ്റേ ദിവസം ഡെഡ് ബോഡി. അങ്ങനെ ഒരു സീരീസ് ഓഫ് കേസുകൾ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. ഒരു സീസൺ ഓഫ് മർഡേഴ്സ്, ഇങ്ങനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ സംഭവങ്ങൾ. അതൊക്കെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെയും അങ്ങനെ ഒളിക്കാതെയൊക്കെ അവർ ചെയ്യുന്ന കാര്യമാണ്. അത് വളരെ എന്താ പറയുക, അഭിമാനപൂർവ്വമൊക്കെ ചെയ്ത് ആൾക്കാരെ കാണിക്കുന്ന സാധനങ്ങൾ. ഇതൊന്നും അല്ലാതെ പ്ലാൻഡ് ആയിട്ട് മർഡറുകൾ ചെയ്യുന്നവരുണ്ട്. അതായത് അവർക്ക് ചെയ്യുകയും വേണം, ഒരാളെ അവസാനിപ്പിക്കുകയും വേണം, ആരും അറിയാനും പാടില്ല, രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ എത്ര പ്ലാൻഡ് ആയിട്ട് ചെയ്താലും അതൊരു പോയിന്റിൽ പൊളിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു രസകരമായ സംഗതി.